ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്രം സീരിയലിലെ നാളത്തെ അവസാനത്തെ എപ്പിസോഡിന്റെ ക്ലൈമാക്സ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ഇഷ്ടമാത്രം സീരിയല് ആദ്യത്തെ 20 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഇടാൻ തുടങ്ങിയതാണ് റിവ്യൂ. ഈ റിവ്യൂ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ അവസാനത്തെ നമ്മുടെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ ആകാശാണെന്നുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ എന്തായാലും അവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ അവിടെ നിന്നിട്ട് ഒളിച്ചോടാൻ വേണ്ടി തന്നെ എത്രയും പെട്ടെന്ന് രാജ്യം വിട്ടു പോകാനാണ് ആകാശിന്റെ ഉദ്ദേശം. കാരണം രാജ്യം വിട്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ, ആര് പിടിക്കാൻ വരാനാണ്? അതുകൊണ്ട് രാജ്യം വിട്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് നമ്മുടെ ആകാശ് കേട്ടോ. ആ സമയത്ത് ആകാശിന്റെ പാസ്പോർട്ട് പതുക്കെ ബാഗിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് നമ്മുടെ രചന. പക്ഷെ എങ്കിലും ആകാശ് ഒരു കുറുക്കനാണ്, അതുകൊണ്ട് രക്ഷപ്പെടാൻ എല്ലാ ചാൻസും ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ രചന വേഗം തന്നെ മഹേഷിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് മഹേഷിനോട് പറയുന്നുണ്ട്, മഹേഷ്, ആകാശ് രാജ്യം വിടാനുള്ള പുറപ്പാടാണ്, അവനെ വെറുതെ വിട്ടുകൂടാ. അവൻ ഇത്ര നാൾ ചെയ്തുകൂടി, അവൻ ചെയ്ത കൊലപാതകങ്ങൾ ഇത്രേ. പക്ഷേ അതുപോലെ തന്നെ അവൻ ഇതുപോലെ തന്നെ മറഞ്ഞു നിന്ന് എത്രയോ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ എല്ലാം അവൻ അനുഭവിക്കണം. അവൻ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഞാനും അനുഭവിക്കേണ്ടതാണ്. എനിക്ക് എന്തായാലും ശിക്ഷ എന്റെ മക്കളുടെ ഭാഗത്തിന് കിട്ടി. എന്റെ നല്ല 2 പൊന്നോമനെ പോലത്തെ മക്കളെ എനിക്ക് അവസാനം നഷ്ടമായില്ലേ. പക്ഷെ അതെനിക്കിപ്പോ കുറ്റബോധമില്ല. ഇഷിതയും മഹേഷും അവരെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ മഹേഷ്, ഒരു കാര്യം, ആകാശിനെ വെറുതെ വിടാൻ പാടില്ല. അവനിവിടെ രാജ്യം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ പിടികിട്ടില്ല എന്ന് പറയണം. മഹേഷ് വേണ്ട, അത് ഞാൻ നോക്കിക്കോളാം വേണ്ട. അപ്പൊ തന്നെ സാന്ദ്രനെ വിളിക്കാണ്, സാന്ദ്ര ഐസക്കിനെ വിളിക്കണം. സാന്ദ്ര, ആകാശ് ഇവിടുന്ന് രാജ്യം വിടാനുള്ള പുറപ്പാടാണ്, അവനെ വെറുതെ വിട്ടൂടാ. അത് കുഴപ്പമില്ല, അവൻ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വേണ്ട പോവാനായിട്ട്. അവിടെ പോലീസുകാരും കാര്യങ്ങളുണ്ട്, അവരെ കൈയോടെ തൂക്കിക്കോളും എന്ന് പറയണം. അങ്ങനെ ആകാശ് രക്ഷപ്പെടാൻ വേണ്ടി സാധനങ്ങളൊക്കെ വെട്ടിയിലാക്കി വേഗം തന്നെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക കേട്ടോ. അതേസമയം നമ്മുടെ മഞ്ജിമേനെ കാണാൻ വേണ്ടി അവിടെ ഒരു ആള് വന്ന കാര്യം മഹേഷ് അറിയുന്നുണ്ടല്ലോ. മഹേഷ് അതിന്റെ CCTV ദൃശ്യങ്ങളും ഫോൺ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ മഞ്ജിമയുടെ അടുത്തേക്ക് പോവാണ്. ചേച്ചി സത്യം പറ, ചേച്ചിനെ കാണാൻ വേണ്ടി വന്നത് ആരാണ്? ചേച്ചിയല്ല ആകാശ് വിളിച്ചു വരുത്തിയത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ചേച്ചിനെ കാണാൻ വേണ്ടി ഇവിടെ ഒരു ആള് വന്നിട്ടുണ്ടായിരുന്നു. എന്താ സത്യല്ലേ? ചേച്ചി അയാളെ കുറെ പ്രാവശ്യം ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് കോൺടാക്റ്റും ഇല്ല, ഒന്നുമില്ല. അയാളെ നമ്പറും ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഞാൻ ആ നമ്പർ കണ്ടുപിടിച്ചു. ചേച്ചി സത്യം പറ, ഇവിടെ അന്ന് ആ ദിവസം എന്താണ് സംഭവിച്ചത്? എടാ സത്യമായിട്ട് ഞാൻ അന്ന് ആകാശ് മേനോനെ ഇവിടെ കണ്ടില്ലായിരുന്നു. നീ പറഞ്ഞ പോലെ തന്നെ എന്നെ കാണാൻ വേണ്ടി ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. ആരാ ചേച്ചി അത്? ഇനിയെങ്കിലും ചേച്ചി സത്യം വായ തുറന്ന് പറ ചേച്ചി. ചേച്ചിയുടെ മൊഴി അത്ര അത്യാവശ്യമാണ് ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി ഇത്ര നാൾ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ചേച്ചിക്ക് ഒരു ശാപമോചനം വേണമെന്നുണ്ടെങ്കിൽ ചേച്ചി ഇനിയെങ്കിലും സത്യം പറ എന്ന് മഹേഷ് പറയുമ്പോ മഞ്ജും അവസാനം സത്യങ്ങളൊക്കെ തുറന്നു പറയാ കേട്ടോ. എടാ, എനിക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു, കുറച്ചു നാളെ ആയിട്ടുള്ളൂ. അജിത്ത് എന്നാണ് പേര്, മെഡിക്കൽ റെപ്പാണ്. അയാൾ എന്നോട് പ്രണയം കാണിച്ചു. ഞാനും കൈലാസേട്ടൻ എന്നെ പ്രണയിച്ചിട്ടോ സ്നേഹിച്ചിട്ടോ ഒന്നുമില്ലല്ലോ. അതിന്റെ ഒരു ദേഷ്യവും വിദ്വേഷം കാരണമാണ് ഞാൻ നിഷിതയെ നീയൊക്കെ അടുക്കുമ്പോൾ എനിക്ക് ദേഷ്യം കൂടുന്നുണ്ടായിരുന്നത്. അവസാനം എന്നെ സ്നേഹികളെ കിട്ടിയപ്പോൾ ഞാൻ മതി മറന്നു. പക്ഷെ അയാളെ സ്നേഹിച്ചത് എന്നെയല്ല, എന്നെ പോലെ ഒരുപാട് പെണ്ണുങ്ങളുടെ കൂടെ കിടക്കണം എന്നുള്ള വിചാരം മാത്രമേ അയാൾക്കുള്ളൂ. അയാളുടെ പേര് അജിത്ത് എന്നാണ്. പക്ഷെ അയാളും ഈ പറഞ്ഞ ആകാശ് തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയാൾ അന്ന് ഇവിടെ വന്നിരുന്നു, ഞാനാണ് അയാളെ വിളിച്ചു വരുത്തിയത്. അന്ന് ആരോ വാതിൽ തുറക്കുന്ന പോലത്തെ ഒച്ച കേട്ടപ്പോൾ ഞാനും അയാളും കൂടി കട്ടിലിന്റെ അടിയിൽ ഒളിച്ചു നിൽക്കുകയാണ് ചെയ്തത്. അമ്മയും അച്ഛനാണെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഒളിച്ചു നിന്നത്. ശേഷം ആരോ വാതിൽ തുറന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ വാതിൽ അടച്ചു പോകുന്നതും കേട്ടു. പക്ഷെ ആകാശ് മേനോനെന്ന് അപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല. അന്ന് ഹോസ്പിറ്റലിൽ കുഞ്ഞ് കിടക്കുന്ന സമയത്ത് ആകാശ് മേനോനെ കാണാൻ വന്നിരുന്നല്ലോ. അന്ന് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി എന്റെയും രഹസ്യ കാമുകന്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറയേണ്ടെന്നാണെങ്കിൽ എന്നെ കണ്ട കാര്യം അല്ല അവിടെ അന്ന് നടന്ന കാര്യം ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ശരിക്കും അയാളെ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ ആരോടും പറയരുത് എന്നെ ഭീഷണിപ്പെടുത്തിയോണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ചേച്ചി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും സാന്ദ്ര ഐസക്കിനോട് പറയണം. ഇപ്പൊ പറഞ്ഞ അജിത്തിന്റെ നമ്പർ ഞാൻ സാന്ദ്രക്ക് കൈമാറിയിട്ടുണ്ട്. അവനിപ്പോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വെച്ചിട്ടുണ്ട്. അവനെ കിട്ടിയോ? കിട്ടി. അന്ന് അവൻ നാട് വിടാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചത്. എനിക്ക് അവനെ കാണണം, എനിക്ക് അവന്റെ മുഖത്ത് ആനടിക്കണം. ചേച്ചി വാ ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ ചേച്ചിനെ കൊണ്ടുപോവാ. മഞ്ജുവായിട്ട് പറയുന്നുണ്ട് ഇഷിത. മഞ്ജുമ ചേച്ചി വാ, നമുക്ക് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണം. ആകാശിനെ രക്ഷപ്പെടാൻ സമ്മതിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിക്കുന്ന ഈ അജിത്തിനെ പോലുള്ളവരും ജീവനോട് ഇരിക്കുന്നത് നല്ലതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് മഞ്ജിമയുടെ കൈ പിടിച്ചിട്ട് നമ്മുടെ ഇഷിത പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോഴേക്ക് അജിത്തും അതുപോലെ തന്നെ ആകാശ് രക്ഷപ്പെടാൻ പോയ ആകാശ് ഉണ്ടല്ലോ, അവരെ പോലീസുകാർ വളഞ്ഞിട്ട് പിടിച്ച് ആകാശിന് നല്ല അടി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിലങ്ങൊക്കെ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ആ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ആകാശും അതുപോലെ തന്നെ അജിത്തും മാത്രമേ ഉള്ളൂ. രണ്ടുപേരും അങ്ങനെ നിൽക്കാണ്, ഒരു മൂലക്ക് മാറി നിൽക്കാണ്. ഫോട്ടോക്കാരും ടിവിക്കാരൊക്കെ അത് ശരി പത്രക്കാരും ടിവിക്കാരൊക്കെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അജിത്ത് ആണെങ്കിൽ തല കുമ്പിട്ട് നിൽക്കാണ്. മഞ്ജുമയും ഇഷിതയും അവിടെ എത്തുമ്പോഴേക്കും മഞ്ജുമ അജിത്തിനെ കാണുമ്പോൾ ദേഷ്യം വരുവാണ് കേട്ടോ. മഞ്ജുമ വേഗം തന്നെ അജിത്തിന്റെ അടുത്തേക്ക് പോയിട്ട് പരമദ്രോഹി എന്ന് പറഞ്ഞിട്ട് മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് മുഖം കവിളത്ത് മാറി മറിഞ്ഞ് കവിളത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അടി എല്ലാം ഏറ്റുവാങ്ങുവാണ് അജിത്ത് കേട്ടോ.
ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഞ്ജുമ പൊട്ടിക്കരയാണ്. ഇഷിത പറയുന്നുണ്ട്, ചേച്ചി ചേച്ചി കരയൊന്നും വേണ്ട, അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പോലീസിനോട് തുറന്നു പറയാൻ വേണ്ടി പറയാണ്. അങ്ങനെയാണ് നമ്മുടെ മഞ്ജുമ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പോലീസിനോട് തുറന്നു പറയാണ്. അപ്പൊ ആകാശിന് മനസ്സിലായി ഇനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാൽ തന്റെ കാര്യം കഴിഞ്ഞു എന്ന്. അത് മനസ്സിലാക്കുന്ന ആകാശ് പോലീസിനെല്ലാം തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുക കേട്ടോ. പോലീസ് സ്റ്റേഷന്റെ ആ ഒരു അവരുടെ ആ ഒരു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇങ്ങനെ ഓടുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ രചന കാറിൽ സ്പീഡിൽ അങ്ങ് വരുവാണ്. രചന കാണുമ്പോൾ തന്നെ ആകാശ് പണ്ട്, രചന നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന രചന, ഞാൻ രാജ്യം വിട്ടു പോകാൻ പോവാ, നീയും വാ രചന എന്റെ കൂടെ, നീ വേഗം കാർ സ്റ്റാർട്ട് ചെയ്യ രചന, നമുക്ക് ഈ കാറിൽ തന്നെ രക്ഷപ്പെടാം, രചന കാർ സ്റ്റാർട്ട് ചെയ്യ എന്ന് പറയുമ്പോൾ രചന കാർ ഓഫ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കയ്യിലൊരു തോക്കുണ്ട്. എന്നിട്ട് ആ തോക്ക് ആകാശിനെ നേരെ ചൂണ്ടുവാണ്. അപ്പൊ പോലീസുകാരെല്ലാം ചുറ്റുമുണ്ട് കേട്ടോ. മഹേഷ്, ഇഷിത, മഞ്ജുമായി, അജിത്ത് എല്ലാവരും ഉണ്ട്. അങ്ങനെ രചന പറയണ്ട, നീ എവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പോണത്, നീ രക്ഷപ്പെടില്ലടാ. രചന, ഞാൻ പറഞ്ഞത് നീ ഒന്ന് കേക്ക്, വേണ്ടടാ, നീ ഇനി ഒന്നും പറയണ്ട. പോലീസുകാർ പണ്ട്, രചന വേണ്ട, നോ, അവനെ കൊല്ലരുത്, ഒരുപാട് കേസിലെ പ്രതിയാണ് അവനെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. രചന പറഞ്ഞിട്ട്, കോടതിയിൽ ഹാജരാക്കിയിട്ട് എന്തിനാണ്, ഇവനെ കൊലക്കയറിന് നിങ്ങൾ കൊടുക്കാൻ പോകുന്നില്ലല്ലോ, കൂടി വന്ന 8, 12, 20 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലാതെ വേറൊരു ശിക്ഷ ഇവന് കിട്ടില്ല. ജയിലും ഇവൻ സുഖമായിട്ട് കിടക്കും. അല്ലെങ്കിൽ ഇവന്റെ ഏതെങ്കിലുമൊക്കെ ഒരു വക്കീൽ വന്നിട്ട് ജയിൽ ശിക്ഷ കുറച്ചിട്ട് ഇവനെ പുറത്തിറക്കും. വേണ്ട, അങ്ങനെ ഇവൻ ജയിലിൽ സുഖമായിട്ട് ജീവിക്കണ്ട. ഒരു നേരത്തെ ഭക്ഷണം പോലും ജയിലിൽ നിന്ന് കഴിക്കാനുള്ള അർഹത പോലും ഇവനില്ല. അതുകൊണ്ട് ഇവൻ മരിക്ക തന്നെ വേണം. മഹേഷ് പറഞ്ഞിട്ട്, വേണ്ട, അത് നീതി ന്യായം അനുസരിച്ച് കോടതി തീരുമാനിച്ചോളും. രചന, നീ ഒന്നും ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്തതിന് നിന്റെ മക്കൾക്കും കൂടിയിട്ടാണ് നാണക്കേട്. അപ്പോ രചന പറഞ്ഞിട്ട്, ഞാൻ ഇവന്റെ കൂടെ പുറത്തു, ഇവന്റെ കൂടെ ലിവിങ് ടുഗദർ ആയിട്ട് നടന്നു, അത്രയും നാണക്കേടും എന്റെ മക്കൾക്ക്. ഇവനെ കൊന്നാൽ ഉണ്ടാവില്ല മഹേഷ്, ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ട് ഇവനെ കൊല്ലണം. അത് മാത്രല്ല, അതിനുശേഷം ഞാൻ വേണമെങ്കിൽ ജയിലിൽ പോയി കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രചന ആകാശിന് നേരെ തോക്ക് ചൂണ്ടണ. ആകാശ് കരഞ്ഞു പറഞ്ഞിട്ട്, രചന വേണ്ട, എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ രചന, കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു പറഞ്ഞിട്ട്, രചന പണ്ട്, നീ കരയണ്ടടാ, നീ കരയണ്ട, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താൻ പോവാണ്, നമ്മുടെ ഈ ലോകത്ത് നിന്ന് നീ രക്ഷപ്പെടാൻ വേണ്ടി പോവാടാ എന്ന് പറഞ്ഞിട്ട് രചന വേഗം തന്നെ ആകാശിന് ഒരു ഒറ്റ വെടി വെക്കാണ്. ആകാശ് സ്പോട്ടിൽ തന്നെ മരിക്കുന്നില്ല കേട്ടോ. ശേഷം രചന പോലീസിന് നേരെ കൈ ഇങ്ങനെ വിലങ്ങ് വെക്കാൻ വേണ്ടി കൈ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ സാന്ദ്രൈസക്ക് പറയണ്ട, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയണം. അങ്ങനെ രചന പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാണ്. എന്നിട്ട് തിരിഞ്ഞ് രചന നോക്കിയിട്ട് ഇഷിതരെ മഹേഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇഷിതർക്ക് പണ്ട് എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം ഇഷിത എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അതേസമയം ഇഷിതയും മഹേഷും തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. തന്റെ 3 മക്കളുടെ കൂടി ഇഷിതയും മഹേഷ് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പിന്നെ മനസ്സുനിയുടെ സ്വഭാവമൊക്കെ മാറി മനസ്സുനെയും സന്തോഷത്തോടെ തന്നെ മക്കളുടെ കൂടെ, അതായത് മാധവന്റെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി അവരുടെ കൂടെ ലയയുടെയും മാധവന്റെയും അവരുടെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുകയാണ്. മനസ്സിനെ അവസാന നിമിഷത്തിൽ നമ്മുടെ ഇഷിതനെ വെച്ചിട്ടും ഇഷിതരത്തെ ചെയ്ത പാപങ്ങൾക്കൊക്കെ മാപ്പ് പറയാണ്. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന ഭാഗത്തോടെയാണ് നമ്മുടെ ക്ലൈമാക്സ്. ഒരു ഹാപ്പി ആയിട്ടുള്ള എൻഡിങ് തന്നെയാണ് ഇഷ്ടമാത്രത്തിന് കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി പറയാണ്, എന്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടമാത്രം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കേട്ടോ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സീരിയൽ ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും, ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും ഞാൻ പ്രൊമോ റിവ്യൂസ് എല്ലാം ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നാളത്തെ അവസാനത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു സീരിയലിന്റെ റിവ്യൂ ഇടുന്നത് വരെ. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.